ജസ്റ്റ് മിനിറ്റ് വിത്ത് അനുസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മീൻ പൊരിച്ചതാണ്. അയിലയാണ് നമ്മളിന്ന് പൊരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇത്ര കൗതുകം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഗോവൻ രീതിയിലാണ് ഇന്ന് പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗോവൻ രീതിയിൽ പൊരിക്കുക എന്നുള്ളത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെൽ ബട്ടൺ കാണാം. അത് ഹിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി റെസിപ്പിയിലേക്ക് പോവാം. നമ്മളിത് വരയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ വരയുമ്പോൾ മൊത്തം ഇങ്ങനെ വരയ്ക്കത്തില്ല, അത്രയും വരയണ്ട. ജസ്റ്റ് പുറത്തൊന്ന് ചെറിയ വര കൊടുത്തിട്ട് ചെറുതായിട്ട് കൊടുത്താൽ മതിയേ. കൊടുത്തിട്ട് നമ്മൾ ഇത് കണ്ടോ, അതിൻ്റെ മുള്ള് വരുന്നത് അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തുനിന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് നമുക്ക് മസാല നമ്മൾ ഇതിനകത്തും വയ്ക്കും. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ മീനും ചെയ്യണം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കീറുമ്പോൾ ഇങ്ങനെ കീറിപ്പോവും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വരച്ചിൽ കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. നീണ്ട ലിസ്റ്റ് ഉണ്ട്, പേടിക്കേണ്ട. എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉള്ളൂ, വളരെ കുറച്ചും മതി. അപ്പോൾ ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 10 കുരുമുളക്, 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്. ഇത് 1 ടീസ്പൂൺ മല്ലിയാണ്. ഞാനിത് കണ്ട വയനയുടെ ഇല ഉണങ്ങിയതാണ്. പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഇഞ്ച് പോലും ഇല്ല ഇത്. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു പട്ട, 4 ഗ്രാമ്പൂ, 3 ഉണക്കമുളക്. മീൻ മുക്കി പൊരിക്കാനായിട്ട് നമ്മൾ റവ എടുത്തിട്ടുണ്ട്. ഈ റവയിൽ മുക്കി പൊരിച്ച് ഇഷ്ടമല്ലാത്തവർക്ക് കടലമാവ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഒരു കൈപ്പിടി അത്രയും തേങ്ങയുണ്ട്. പിന്നെ ഇതാ 2 സവാള എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. നമ്മൾ പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന സാധനം വിനാഗിരിയാണ്. നമ്മളെ ഈ അരയ്ക്കാനായിട്ട് വെള്ളമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, വിനാഗിരിയാണ്. ലേശം മതി, ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടി മാത്രമേ മതി. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റാറായ നമ്മുടെ അയിലക്കുട്ടികളാണിത്. ഇത് വലിയ അയിലക്കുട്ടികളല്ല, ചെറിയ അയിലകളാണ്. ഇത് കണ്ട നമ്മൾ വരഞ്ഞൊക്കെ ഞാൻ ഓർമ്മയുണ്ടല്ലോ. കണ്ട് ഇതുപോലെ വരയണം. മസാല നമുക്ക് ഇതിനകത്തും കയറ്റണം, ഇതിൻ്റെ പുറത്തും കയറ്റണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് എണ്ണ അധികം വേണ്ട, ജസ്റ്റ് ഫ്രൈ പാൻ ആണെങ്കിൽ ലേശം എണ്ണ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടണം. നമ്മുടെ മീനിലേ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് പുരട്ടി വെക്കണം കേട്ടോ. കുറച്ച് നേരം വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ വഴട്ടാനുള്ള എല്ലാം വഴട്ടിയും ചെയ്യാം. നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കുക, അതിലോട്ട് മല്ലി ഒന്ന് ചൂടാക്കി എടുക്കുക, കുരുമുളക് ഇടുക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, 3 ഉണക്കമുളക് ഉണ്ടല്ലോ. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ മതി. നമുക്കിതങ്ങൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ലേശം എണ്ണ ഒഴിക്കുക. ലേശം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്ത് വഴട്ടണം. ഒരുപാട് എണ്ണ വേണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ, അതാണിത്. നമുക്ക് സവാള ഇടുക. സവാള പെട്ടെന്ന് വഴണ്ടിട്ടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
മീഡിയം ഫ്ലെയിം മതി കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങ ഇതിലോട്ടിട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ അതിലേക്ക് വറുക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. എപ്പോഴും നമ്മൾ ഒരേ ടേസ്റ്റ് അല്ലേ, അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ടേസ്റ്റ് ചെയ്താൽ അതൊരു സൂപ്പറായിരിക്കും. തേങ്ങയ്ക്കും ഒരു ചെറിയ മൂപ്പാകുമ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് അടി പിടിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി, അപ്പോഴേ ഓഫ് ചെയ്യുക. ഈ മുളകിൻ്റെ പച്ചപ്പം ജസ്റ്റ് മാറി കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മുടെ എല്ലാ മസാലക്കൂട്ടും എല്ലാം കൂടെ ചേർത്ത്, അതാണ് നമ്മുടെ അരപ്പ്. ഓഫ് ചെയ്ത് ഞാൻ തീ തണുക്കട്ടെ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാതെ ഒന്ന് അരയ്ക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്താൽ മതി. പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചൊരു ചെറിയ പേസ്റ്റ് ആക്കി എടുക്കണം. ഒരുപാട് വെള്ളം പോലെ ആവരുത്, അന്നേരം അതിനകത്ത് മീനിനകത്ത് പെരണ്ടിരിക്കത്തില്ല. നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ മീനിൻ്റെ ഇടയ്ക്ക് തേച്ച് കൊടുക്കാം. നമുക്കിത് റവയിൽ മുക്കിയെടുക്കാം. എല്ലാ മീനും ഇതുപോലെ ചെയ്യുക. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അതിലിട്ട് നമ്മുടെ മീൻ തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കണം. 1 2 3 4 5. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മസാല അങ്ങ് കരിഞ്ഞ് മീൻ വേവാതാവും. പതുക്കെ ഇരുന്ന് വേവട്ടെ കുട്ടി, ഒട്ടൊന്ന് വേവൂ. നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാലേ എൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ടുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.